Welcome to EM Field Theory Part 9. Again, equation of continuity ഒന്ന് ഡിറൈവ് ചെയ്യണം. ഇലക്ട്രിസിറ്റിയിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അല്ലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അതല്ലെങ്കിൽ ബാഹ്യമായിട്ട് മറ്റ് സിസ്റ്റങ്ങളുമായിട്ട് ഇടപഴകാത്ത ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജ് എന്ത് പ്രോസസ്സ് നടന്നാലും ടോട്ടൽ ചാർജ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ഇതാ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. സോ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഈ ക്ലോസ് സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും ചാർജ് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ അത്രയും കണ്ട് ചാർജ് ഈ സിസ്റ്റത്തിൽ കുറവ് ഉണ്ടാവണം. ഇതാ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, സറൗണ്ടഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് എസ്. ഇതിനകത്തെ വോളിയം വി എന്നിരിക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ട്. ആ ചാർജിൻ്റെ വോളിയം ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് വോളിയം റോ എന്നും ഇരിക്കട്ടെ. മറ്റ് ഔട്ട്സൈഡുമായിട്ട് ഇതിന് ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ദിസ് റോ വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇനി ചാർജ് ഈ സർഫസിനെ ക്രോസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ചാർജ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കറണ്ട്. അവിടെ കറണ്ട് ഡെൻസിറ്റി ജെ എന്നിരിക്കട്ടെ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. ഈ ജെയെ ഇവിടെ ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ സർഫസ് എലമെൻ്റ് എടുക്കുന്നു. ആ സർഫസ് എലമെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സർഫസ് ഏരിയ ഒരു ആക്ടിങ് വെക്ടറാണ്. നമുക്കതിനെ വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യാം. വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് ലെങ്തായിട്ട് വരുന്ന ഒരു വെക്ടർ. അതിൻ്റെ ഡയറക്ഷൻ ഈ സർഫസിന് നോർമലായിട്ട് സർഫസിൽ നിന്നും വെളിയിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ്. അപ്പോൾ ഡി എസ് വെക്ടർ ഡി എസ്, ഇവിടെ ഒരു സർഫസ് എലമെൻ്റാണ് ഡി എസ്. അതിനെ വെക്ടറാക്കി മാറ്റുമ്പോൾ ആ ഡി എസിന് പെർപെൻഡിക്കുലറായിട്ട് ഔട്ട്വേർഡായിട്ട് വരയ്ക്കുന്ന വെക്ടർ ഡി എസ്. ഇവിടുത്തെ ചാർജ് ഇതുവഴി കടന്നു പോകുന്നത് അല്ല കറണ്ട് ഡെൻസിറ്റി ഈ ഡി എസുമായിട്ട് തീറ്റ ചരിഞ്ഞാണെന്നിരിക്കട്ടെ. എങ്കിൽ ജെയുടെ ഡി എസിൽ കൂടുള്ള അല്ലെ നോർമലി കൂടുള്ള കമ്പോണൻ്റ് ജെ ഡി എസ് കോസ് തീറ്റ, ജെ കോസ് തീറ്റ. കമ്പോണൻ്റ് ഓഫ് ജെ അലോങ് ദി വെക്ടർ ഡി എസ് ഈസ് ജെ കോസ് തീറ്റ. എങ്കിൽ ഡി എസിൽ കൂടെ ഉള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ജെ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. കാരണം ജെ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയക്കുള്ള കറണ്ടാണ്. ജെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയ കൂടി പെർപെൻഡിക്കുലറായിട്ടുള്ള കറണ്ടാണ്, യൂണിറ്റ് ഏരിയ കൂടെ. എങ്കിൽ ഡി എസ് ഏരിയ കൂടെയുള്ള നോർമൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ജെ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്, അല്ലെ ജെ ഡി എസ് കോസ് തീറ്റ. ജെയും ഡി എസും വെക്ടർ ആയതുകൊണ്ട് അത് ജെ ഡോട്ട് ഡി എസ് എന്നെഴുതാം. ചുരുക്കത്തിൽ ഡി എസ് ഏരിയയിൽ കൂടുള്ള നോർമൽ കറണ്ട് ജെ ഡോട്ട് ഡി എസ്. എന്തിനീ നോർമൽ കറണ്ട് എടുക്കുന്നത്? ജെ പല പോയിന്റിലും പല ഡയറക്ഷൻസിലാവാം. അപ്പോൾ കാൽക്കുലേഷൻ്റെ യൂണിഫോമിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും നോർമൽ ഡയറക്ഷനിലുള്ള കറണ്ടാണ് കൺസിഡർ ചെയ്യുക. എങ്കിലും ഒരു യൂണിഫോമിറ്റി വരത്തുള്ളൂ. ജെ പല ഡയറക്ഷനിൽ സർഫസിൻ്റെ പല ഭാഗത്ത് പല ആംഗിളിലായിരിക്കും ഇറങ്ങിപ്പോവുക. അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയും യൂണിഫോമിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും ഏത് പോയിന്റിലെ നോർമലി കൂടുള്ള കമ്പോണൻ്റാണ് എടുക്കുക. അതിവിടെ മാത്രമല്ല, ഫ്ലക്സ് എടുക്കുമ്പോഴും എല്ലാം ഇതെടുക്കുന്നത് ഈ നോർമൽ കമ്പോണൻ്റ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഒരു സ്പെസിഫിക് ഡയറക്ഷൻ നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു നോർമലി കൂടെ. അപ്പോൾ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. എങ്കിൽ ഈ ടോട്ടൽ സർഫസിൽ കൂടെ ഉള്ള മൊത്തം കറണ്ട് ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ദിസ് ക്ലോസ്ഡ് സർഫസ്
ഓഫ് ജെ ഡോട്ട് ഡി എസ്. ജെ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ ഡി എസ് ഏരിയ കൂടെയുള്ള നോർമൽ കറണ്ട്. എങ്കിൽ എസ് എന്ന് പറയുന്നത് മൊത്തം സർഫസിൽ കൂടെയുള്ള ആകെ കറണ്ട് എന്ന് പറയുമ്പോൾ ഐ ഈക്വൽസ് ഇൻറ്റഗ്രൽ സർഫസ് ഇൻറ്റഗ്രൽ ഓവർ ദി ക്ലോസ് സർഫസ് ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഇത്രയും കറണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇതിനകത്തെ ചാർജ് അതിനനുസരിച്ച് കുറയണം. ആ ചാർജ് കുറയുന്ന റേറ്റ് മൈനസ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാം. മൈനസ് ഇടുന്നത് കുറയുന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഐ മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് ഡി ക്യൂ ബൈ ഡി ടി. ഒരു സംശയമില്ലല്ലോ. ഇത് പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കറണ്ട്, ഇത് ഈ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ സർഫസിനകത്ത് ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാർജിൻ്റെ അളവ്. ഇനിയും ഇവിടെ നമ്മൾ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഉപയോഗിക്കും. ചാർജ് കുറയുന്നത് സമയം കൊണ്ട്, സമയത്തിനനുസരിച്ച് കുറയാം, സ്പേസിനനുസരിച്ച് കുറയാം, പല സ്ഥലത്ത് പല അളവിൽ കുറയാം. നമുക്കിവിടെ ടൈമിൻ്റെ കുറവ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കും, ഡോ ഉപയോഗിക്കും. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ സർഫസ് വോളിയം ഡെൻസിറ്റി റോ ആണെങ്കിൽ യൂണിറ്റ് വോളിയത്തിലെ ചാർജ് റോ. എങ്കിൽ ഡി വി എന്ന് പറയുന്ന വോളിയത്തിലെ ചാർജ് റോ ഇൻറ്റു ഡി വിയാണ്. എങ്കിൽ ഈ സർഫസ് ഈ വോളിയത്തിനകത്തെ മൊത്തം ചാർജ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ ഡി വി. ചുരുക്കത്തിൽ ക്യൂ എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ ഡി വിയാണ്. എങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ഈക്വൽസ് മൈനസ് ഇൻറ്റഗ്രലും ഡിഫറൻഷ്യലും കമ്മ്യൂട്ടേറ്റീവാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റാം. അപ്പോൾ ഇൻറ്റഗ്രൽ പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് ഇത് ഐ ഈസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ ഞാൻ ഓർക്കാൻ 2 മൈനസ് ഇട്ടിട്ടുണ്ട്, മൈനസ് ഇൻറ്റഗ്രൽ ഡോ റോ ബൈ ഡോ ടി ഓഫ് ഡി വി. കണ്ടല്ലോ, ഈ ഡി എന്നുള്ള ഡോ ആക്കി ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രലിനകത്തോട്ടെടുത്തു. അപ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ, ഈ ഒരു മൈനസേ ഉള്ളൂ ഇവിടെ, മൈനസ് ഇൻറ്റഗ്രൽ ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി. പക്ഷേ ഐ എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഗെറ്റ് integral over the closed surfaces of J dot ds is equal to minus integral dou rho by dou t into dv. ഈ സർഫസ് ഇൻ്റഗ്രലിനെ പിടിച്ച് വോളിയം ഇൻ്റഗ്രലാക്കാം യൂസിങ് ഗോസ് ഡൈവർജൻസ് തിയറം. വോട്ട് ഈസ് സി? വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ, ഓർ സർഫസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവർജൻസ്. അതാണല്ലോ ഗോസ് ഡൈവർജൻസ് തിയറം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇങ്ങനെ എഴുതാം, വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ജെ ഡി വി ഈക്വൽസ് മൈനസ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി. തീർച്ചയായിട്ടും ഇൻ്റഗ്രൻ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അല്ലെ യൂണിറ്റ് വോളിയം എടുത്തു കഴിയുമ്പോൾ ഡെൽ ഡോട്ട് ജെ ഈക്വൽസ് മൈനസ് ഡോ റോ ബൈ ഡോ ടി. ദിസ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി. ഇത് പുറത്തിറങ്ങി സർഫസിൽ കൂടെ പുറത്തിറങ്ങി പോകുന്ന കറണ്ട് ഡെൻസിറ്റി, കറണ്ടിൻ്റെ അളവ്, ചാർജിൻ്റെ അളവ്. ഇത് വോളിയത്തിനകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാർജിൻ്റെ അളവ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സിമ്പിൾ. ദിസ് ഈസ് നത്തിങ് ബട്ട് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിൻ്റെ റിസൾട്ടാണ് ഇത് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0 എന്നും എഴുതാം. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് EM തിയറിയിൽ ഇനി അങ്ങോട്ട് ഇത് ഉപയോഗിക്കേണ്ടി വരും. ഒരു ചെറിയ പ്രോബ്ലം. സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഷോ ദാറ്റ് ചാർജ് ഡെൻസിറ്റി ഇൻ എ കണ്ടക്ടർ obeys the equation dou rho by dou t plus sigma rho by epsilon equals 0. Dou rho by dou t plus sigma by epsilon into rho equals 0. സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. 1 by റെസിസ്റ്റിവിറ്റി, 1 by റോ കണ്ടക്ടിവിറ്റി, എപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഇത് പ്രൂവ് ചെയ്യാൻ.
നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽസ് 0. ഈ ഓംസ് ലോ അറ്റ് എ പോയിന്റ്, ഓംസ് ലോ 3 ഫോമിൽ പറയും. ഓംസ് ലോ ഫോർ എ കണ്ടക്ടർ എന്ന് പറയുന്നത് വി ഈക്വൽസ് ഐ ആർ. ഓംസ് ലോ ഫോർ എ സർക്യൂട്ട് ഉണ്ട്, സിമ്പിൾ സർക്യൂട്ട്, ഐ ഈക്വൽസ് ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതുപോലെ ഓംസ് ലോ അറ്റ് എ പോയിന്റ് എന്നും പറഞ്ഞൊന്നുണ്ട്. കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽസ് സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴാണെന്നല്ല കറണ്ട് ഉണ്ടാകുന്നത്. ബാറ്ററി കണക്ട് ചെയ്യുമ്പം കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ആകുക. ആ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ എങ്കിൽ കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ സിഗ്മ ഇൻറ്റു ഇ. ഇതിനെ ഓംസ് ലോ അറ്റ് പോയിൻ്റ് എന്ന് പറയുക. സിഗ്മ ഇസ് ദി കണ്ടക്ടിവിറ്റി. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡെൽ ഡോട്ട് സിഗ്മ ഇ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ 0. ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എപ്സിലോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യും. ഇവിടെ സിഗ്മ ഒരു സ്കെയിലറാണ്, അത് ഡെല്ലിന് പുറത്തെടുക്കാം. എന്നിട്ട് എപ്സിലോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. സിഗ്മ പുറത്തെടുത്തു, ഒരു എപ്സിലോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. എപ്സിലോൺ സ്കെയിലറാണ്, എവിടെ വേണമെങ്കിൽ ഇടാമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു ഡെൽ ഡോട്ട് എപ്സിലോൺ ഇ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ 0. ഡോ ഇട്ടതിന് കാരണം ഞാൻ പറഞ്ഞു, ചാർജ് ഡെൻസിറ്റി ടൈം മാറുമ്പം മാറാം, സ്ഥലം മാറുമ്പം മാറാം, പൊസിഷൻ മാറുമ്പം മാറാം. നമുക്കിവിടെ ടൈം മാറുമ്പം ഉള്ള മാറ്റം എടുക്കേണ്ടത്, അതുകൊണ്ടാണ് പാർഷ്യൽ എടുത്തത്. ഇതിൽ എപ്സിലോൺ ഇ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡി. സോ സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു ഡെൽ ഡോട്ട് ഡി പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽസ് 0. നമ്മൾ നേരത്തെ കണ്ടു ഡെൽ ഡോട്ട് ഡി ഈക്വൽസ് റോ. ഇത് നേരത്തെ കണ്ടതാണ്. ഡെൽ ഡോട്ട് ഡി ഈക്വൽസ് റോ, ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു ദിസ് ഈസ് റോ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽസ് 0. ദിസ് ഈസ് ദ റിക്വയർഡ് റിസൾട്ട്. ഇത് വീണ്ടും നമ്മൾ കൈകാര്യം ചെയ്യും. ഈ ഇക്വേഷൻ ഇനിയും ആവശ്യമുണ്ട്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. താങ്ക് യു.